മതി മതി, 8 പരസ്യമായി, ഇനി വേണ്ട. ശരിയാ, അല്ലല്ലോ എനിക്കിനി എഴുതാൻ വയ്യ സൂത്ര. പരസ്യം കണ്ടവർ സാധനങ്ങളുമായി വരും. അപ്പോഴേക്കും പൊത്തുകൾ റെഡിയായില്ലെങ്കിൽ പണി പാടും. അതുകൊണ്ട് പൊത്തുണ്ടാക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. ദേ, ഇവനെ കൊണ്ട് കൊത്തിക്കാം. ദാ ഇത്രയും വലിപ്പം വേണം പൊത്തിന്. വലുത് മനസ്സിലാവുന്നുണ്ടോ? ഈ മുട്ട പൊത്തൊരുമയിൽ സൂക്ഷിക്കാമോ? എന്റെ പാവ പൊത്തൊരുമയിൽ സൂക്ഷിക്കണം. ഇവിടെ പൊത്ത് റെഡിയാക്കും മുമ്പേ ആൾക്കാർ വന്നു തുടങ്ങി. പൊത്തുണ്ടാക്കിയിട്ട് പരസ്യം കൊടുത്താൽ മതിയായിരുന്നു. പരസ്യം മാറ്റി കളഞ്ഞാ പോരെ? ഓ, അത് വേണ്ട, വഴിയുണ്ട്. ചേട്ടാ, ഇഷ്ടമുള്ള മരം തിരഞ്ഞെടുത്തോ. അത് പൊത്തുണ്ടാക്കാം. മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും വന്നെടുക്കാലോ. ഈ മരം കൊള്ളാം, ഇത് മതി. എനിക്കിത് മതി. ഓക്കെ, മരത്തിൽ പേരെഴുതിയേക്കാം. ബുക്ക് ചെയ്ത ആളുടെ പേര് നോക്കി പൊത്ത് തിരിച്ചറിയാലോ. പൊത്തിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതെന്താ? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാണല്ലോ. മരുന്നാണ്, പൊത്തിൽ സൂക്ഷിക്കണം. ഓക്കെ, മരുവും പേരും പറയൂ. പൊത്തുണ്ടാക്കട്ടെന്നേ. മരുന്ന് നമുക്ക് അതിനകത്ത് ഒഴിച്ച് സൂക്ഷിക്കാം. എന്റെ മോന് മഹാകുരുത്തക്കേടാ. വൈകുന്നേരം വരെ ഒന്ന് പൊത്തിൽ വയ്ക്കാവോ? അയ്യോ, ജീവനുള്ള ഐറ്റംസ് എടുക്കാറില്ല. താങ്കൾക്ക് എന്താ സൂക്ഷിക്കേണ്ടത്? അല്ല, ഇവിടെ പോത്തുരുമി ഉണ്ടെന്ന് കേട്ടു. അവരെ ഒന്ന് കണ്ടിച്ചും പോകാമെന്ന് കരുതി. പൊട്ട, പോത്തുരുമയല്ല, പൊത്തുരുമ. കണ്ണും കാണുടെ വായിക്കാനും അറിയില്ല. എവിടുന്ന് വരണടാ ഇവനൊക്കെ? ആഹാ, എന്നാ പിന്നെ പോയിച്ച് വരാം. ചുമ്മാ നല്ലടോ തന്നെ എല്ലാരും കഴുതെന്ന് വിളിക്കുന്നത്. എടോ, താനിതുവരെ പണി തുടങ്ങിയില്ലേ? 10-20 പേരായി. വേഗം ആട്ട്. പൊത്തിന്റെ അളവ് താൻ മരത്തിൽ വരച്ചു കൊടുക്കണം. ബിസിനസ് ആയാൽ ഇങ്ങനെ വേണം, ഒരു ടെൻഷനും വേണ്ട. എടോ, എവിടെടോ എന്റെ പൊത്ത്? പേര് നോക്കി കണ്ടുപിടി ചേട്ടാ. താനും എണ്ണിട്ട് വാ. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? ഇതിൽ എവിടാടോ പേര്? ശരി, പറഞ്ഞ പോലെ പേരെവിടെടോ? താൻ പേര് മായ്ച്ചു കളഞ്ഞു. ഇല്ല സൂത്ര, കൊത്താനുള്ള വട്ടം വരച്ചപ്പോ പേര് കണ്ടതാണല്ലോ. സോറി, ആരും വയലന്റ് ആകരുത്. പോടാ പ്രാന്തന്മാരെ. അയ്യോ,